നടത്തിയിട്ടുള്ള വിവാഹ നിശ്ചയ ചടങ്ങ് വളയൽ ചടങ്ങാണ്. അന്ന് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. എനിക്ക് 3 കുട്ടികൾ, 2 മോനും താരയാണ് ഏക മോളും. താരയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ എനിക്ക് ആദ്യം തോന്നുന്നത് ഒരു നിഷ്കളങ്കമായ മനസ്സാണ്. കളങ്കമില്ലാത്ത ഒരു മനസ്സ്, സ്നേഹം നിറഞ്ഞൊരു മനസ്സ്, പിന്നെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്ന പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഫുൾ എനർജിയുള്ള ഒരു വ്യക്തി. വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം MBA ഇവിടെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ട് കുറേ നാളായി. എന്നിരുന്നാലും ആ ഒരു വ്യക്തിത്വം അവൾ കീപ്പ് ചെയ്യുന്നു. അതിൽ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. അതേ ഈ പറഞ്ഞ എല്ലാ പ്രകൃതവും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അതിൽ തോന്നിയത്. ഇപ്പം ഡൽഹിയിലെ സഫർജൻ ഹോസ്പിറ്റലിൽ പൾമണോളജി കയറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഓൾ ഇന്ത്യ 7th റാങ്കാണ് കൂടി. മാരേജ് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു തീരുമാനമാണ്. നീറ്റിന് അല്ലെങ്കിൽ PGക്ക് കോഴ്സ് എടുക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ മോളെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നതിന് അതിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരു വ്യക്തി, ഒരു കുട്ടി വലുതായി ഒരു വ്യക്തിത്വമുള്ള, ക്വാളിറ്റിയുള്ള, സ്നേഹമുള്ള ഒരു കുട്ടിയായി വളർന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 2 പേരെ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം അസീനമായിട്ട് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരിടും. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. മൺസൂൺ കാലമാണ്. നമ്മുടെ പ്രവാസികൾക്ക് ഏറ്റവും പ്രധാന ദർശനം നൽകുന്ന ഒരു സമയമാണ് മഴക്കാലം. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സമയമാണ്. മൺസൂണിൻ്റെ ഈ മനോഹരമായ സായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഒരു പുതിയ ലവ് സ്റ്റോറി ഇവിടെ തുടങ്ങുന്നു. അതുൽ ആൻഡ് താര, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ